ഞാൻ സുപ്രഭാതം ഓൺലൈൻ ചാനലിൽ വന്ന ഒരു പരസ്യം വായിക്കണം. നമ്മൾ ബഹുമാനപ്പെട്ട നമ്മൾ സുബഹി നിസ്കരിച്ചിട്ട് ഉളുടുത്ത് ആ ഉളോട് കൂടി വന്നാണ്ട് തുറക്കണ ബഹുമാനപ്പെട്ട സുപ്രഭാതത്തിൻ്റെ ഓൺലൈൻ ചാനൽ വന്ന ഒരു പരസ്യം നിങ്ങൾക്ക് ഞാൻ വായിച്ചു തരാം. ഒന്നും വിചാരിക്കരുത്, പറയല്ല നിർവാഹല, വളരെ വേദനിച്ചത് കണ്ടപ്പോൾ. ഇത് എന്താ എന്നറിയോ, ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് 24-ാം തീയതി, പോസ്റ്റ് ഡേറ്റ് 24/2026 ഏപ്രിൽ 26 മിനിഞ്ഞാന്ന് സുപ്രഭാതം ഓൺലൈൻ ചാനൽ വന്ന ഒരു കുറിപ്പാണ്, ഒരു പരസ്യക്കുറിപ്പാണ്, ഒരു കുറിപ്പാണിത്. എന്തതിലുള്ള സുപ്രഭാതം. ചെലവ് സൗദി സർക്കാർ വഹിക്കും. മദീന യൂണിവേഴ്സിറ്റിയിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം. മെയ് 21 വരെ അപേക്ഷിക്കാം. അടിപൊളി കോഴ്സുകൾ. അപ്പോൾ അടിപൊളി കോഴ്സുകളാണ് അവിടെ ഉള്ളത്. എവിടെ? മദീന യൂണിവേഴ്സിറ്റിയിൽ അടിപൊളി കോഴ്സുകളുണ്ട്. അടിപൊളി കോഴ്സാണ്. നിങ്ങൾക്ക് നേരം വൈകിന്ന് വിചാരിച്ച് നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, സമയം ഇനിയുണ്ട്. ഇന്ന് ഏപ്രിൽ 24 ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്ന് വരെ അപേക്ഷിക്കാം. മെയ് 21 വരെ അപേക്ഷിക്കാം. സൗദി സർക്കാർ ചെലവ് വഹിക്കും. ചെലവാണല്ലോ പ്രശ്നം. ചെലവ് ഏത് തെബിലീകാരം വഹിക്കുകയാണെങ്കിലും നമ്മൾ ഓനെ ബഹുമാനിച്ച് ഓൻ്റെ ഒപ്പം നടക്കും. ഏത് വഹാബി വഹിച്ചാൽ നമുക്ക് ചെലവാണ്. ഹിമ്മത്ത് ഹുംബുത്തൂനവും അവരെ പ്രശ്നം അവർ ചെലവായിരിക്കുന്നു മുത്തിന് വിവരിച്ചിട്ടുണ്ട്. ലോകാവസാനം അടുത്തു കഴിഞ്ഞാൽ ഹിമ്മത്ത് ഹുംബുത്തൂനവും അവരുടെ പ്രശ്നം, അവരുടെ ചെലവാര് വഹിച്ചാൽ അതിനനുസരിച്ച് ആണ്. ഏത് തെബിലീഗായാലും ജമാഅത്തുകാരനാണെങ്കിലും ഒരു മന്തി ചെന്നാൽ പിന്നെ നമ്മൾ ഓൻ്റെ പിന്നാലെ കൂടും. ഇപ്പൊ ഇവിടെ പ്രശ്നമല്ല, ഇവിടെ ചെലവ് ആര് വഹിക്കും? സൗദി ഗവൺമെന്റ് വഹിക്കും. മദീന യൂണിവേഴ്സിറ്റിയിലേക്ക് അവിടെ ഉണ്ട് പ്രവേശനം. നിങ്ങൾ 21 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അപ്പം ബഹുമാനപ്പെട്ട ഇതിപ്പോൾ സുപ്രഭാതം ഓൺലൈൻ ചാനൽ ആരാണ് കാണുക? ബഹുമാനപ്പെട്ട സുന്നികൾ, പ്രത്യേകിച്ച് സുഹാബി ഗ്രൂപ്പുകൾ പറയുന്നത് ഷജറകളുടെ നിയന്ത്രണത്തിലാണ്. ഷജറകളെ പറ്റി പറയുന്നത് ഞങ്ങൾ കടുകട്ടി മദീനത്തെ ഇസ്ലാമിനെ അങ്ങനെ നടപ്പിലാക്കുക. ഏതാണ് മദീന യൂണിവേഴ്സിറ്റി? വഹാബിസത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി. ഇത്തരം വഹാബിസം ലോകത്ത് പ്രചരിപ്പിച്ച ഒരു സ്ഥാപനം ഉണ്ടാവില്ല. അവരെ വീക്ഷണപ്രകാരം നമ്മളെ ഇമാമുകളിൽ ഏറിയ കുറും കാഫറുകളാണ്. എൻ്റെ അറിവനുസരിച്ച് അബ്ദുൽ നാസർ മഅദനിയുടെ മകൻ സലാഹുദ്ദീൻ അയ്യൂബി എന്ന കുട്ടിക്ക് അവിടെ പ്രവേശനം ലഭിച്ചു. എൻ്റെ അറിവനുസരിച്ച്, എൻ്റെ അറിവെന്ന് എടുത്ത് പറയാം. ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മഅദനി, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. രോഗിയായി കിടക്കുക, അള്ളാഹു ശിഫ കൊടുക്കട്ടെ. ഞാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരനോ ഒന്നുമല്ല, പക്ഷേ സമൂഹത്തിൽ ആവശ്യമുള്ളൊരു ആളായി നേരത്തെ നിന്ന ഒരാളാണ്. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ കൊടുത്ത് സന്തോഷം, കുടുംബത്തിനും അവർക്കൊക്കെ അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ അറിവെന്ന് എടുത്ത് പറയാനുണ്ട്. എൻ്റെ അറിവാണ്, എൻ്റെ അറിവെന്ന് എടുത്ത് പറയാൻ, എൻ്റെ വാർത്ത എനിക്ക് കിട്ടിയ വിവരങ്ങളിൽ നിന്ന് എടുത്തു പറയാണ്. ഈ സ്ഥാപനത്തിൽ അബ്ദുൽ നാസർ മഅദനിയുടെ മകൻ സലാഹുദ്ദീൻ അയ്യൂബി എന്ന കുട്ടിക്ക് പ്രവേശനം ലഭിച്ചു. അങ്ങനെ ആ കുട്ടി അവിടെ പഠിക്കാൻ പോയി. പഠിക്കുന്നതിനിടയിൽ അവിടുത്തെ ചില പ്രൊഫസർമാരുടെ ശിദ്ദത്ത് കുട്ടിക്ക് വളരെ പ്രയാസം ഉണ്ടാക്കി. എത്രത്തോളം എന്നാൽ മദീന യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരുടെ വാദം ഇമാം ഗസാലി ഏറ്റവും വലിയ കാഫിറാണെന്നാണ്. അത് സഹിക്കാൻ കഴിയാതെ ആ കുട്ടി സ്ഥാപനം വിട്ടിറങ്ങിപ്പോന്നു. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഈ അബ്ദുൽ നാസർ മഅദനിയുടെ കുട്ടിയായ സലാഹുദ്ദീൻ അയ്യൂബിക്ക് എന്ന മോന് ഒരു അടിസ്ഥാന ഇസ്ലാമിയത്ത് ഉണ്ടായതുകൊണ്ടാണ് ആ കുട്ടിയുടെ വാപ്പ ഒരു വലിയ സുന്നി സ്കോളറായി അറിയപ്പെട്ട ആളല്ല. അദ്ദേഹം ആദ്യകാലത്ത് ഒരു വാഴ്ച പറയുന്ന ആളായിരുന്നു. പിന്നീട് രാഷ്ട്രീയ നേതാവായിട്ടും ഒക്കെ അറിയപ്പെട്ട ഒരാളാണ്. ഏതെങ്കിലും സുന്നി സംഘടനയുടെ പ്രൊമോട്ടറാണോ ഈ കുട്ടിയുടെ വാപ്പ? അല്ല. പക്ഷെ ആ കുട്ടിയുടെ ഉള്ളിൽ നിലനിൽക്കുന്ന മുൻഗാമികളോടുള്ള ബഹുമാനം, എനിക്ക് ഈ സംഭവം ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് അബ്ദുൽ നാസർ മഅദനിയോട് ഒരു ബഹുമാനം തോന്നി. ആ കുട്ടിയെക്കുറിച്ച് അങ്ങനെ ഒരു പഠിപ്പിക്കൽ ഉണ്ടായതുകൊണ്ടല്ലേ ആ കുട്ടി ആ കോഴ്സ് എവിടെയാണ് പഠിക്കുന്നത്? മദീന യൂണിവേഴ്സിറ്റിയിൽ. മദീന യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ ലോകത്ത് എവിടെയും ഏത് വഹാബി സ്ഥാപനത്തിനും വലിയ അക്ക ശമ്പളത്തിൽ ജോലി കിട്ടും. യൂറോപ്പിൽ ഇഷ്ടം പോലെ വഹാബി സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ
ലോകത്തിൻ്റെ നാനാഭാഗത്തും വഹാബി സ്ഥാപനങ്ങളുണ്ട്. ആ വഹാബി സ്ഥാപനങ്ങൾ വളരെ ഡോളർ ബേസിൽ എന്ത് കിട്ടും? ശമ്പളം കിട്ടും. ആ കോഴ്സ് പൂർത്തിയാക്കി പോന്നാൽ മതി. പക്ഷെ ആ കുട്ടിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവർ സംസാരങ്ങൾക്കിടയിൽ എന്തു പറഞ്ഞു? അവരുടെ വീക്ഷണം മനസ്സിലായി. ഈ അബൂ ഹാമിദ് അൽ ഗസാലി, ഈ ഉമ്മത്ത് കണ്ട ഏറ്റവും വലിയ മഹാൻ. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച വരെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, 1000 കൊല്ലത്തിനുള്ളിൽ അങ്ങനെ ഒരാൾ മുസ്ലിം ലോകത്ത് ഉണ്ടായിട്ടില്ല. അതാണ് അബൂ ഹാമിദ് അൽ ഗസാലി, ഷെയ്ഖുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി, ആ മഹാൻ. ആ ഇമാം ഗസാലി കാഫിറാണ് എന്ന് ആ പ്രൊഫസർമാർ പറയുമ്പോൾ ഈ കുട്ടിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. തർക്കിച്ചിട്ടും അവർ മാറുന്നില്ല. അവസാനം കുട്ടി ആ കോഴ്സ് ഉപേക്ഷിച്ചു. ഇത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കി വളർത്തി, നമ്മളെ മദ്രസ മുഅല്ലിമീങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കി കൊണ്ടുവന്ന നമ്മുടെ കടുകട്ടിയായ സുന്നികളുടെ പത്രമാണ് ഏത്? സുപ്രഭാതം. അതിൻ്റെ ഓൺലൈൻ ചാനലിൽ മിനിഞ്ഞാന്ന് വന്ന് വരസിയത്. ഇമാം അശ്അരി ഒക്കെ കാഫിറാന്ന ഒരു വാദം, അബുൽ ഹസൻ അശ്അരി കാഫിറാന്ന ഒരു വാദം, അബൂ മൂസ അശ്അരി കാഫിറാന്ന ഒരു വാദം. വലിയൊരു ആൾക്കൂട്ടം കൂടിയിട്ട് കഴിഞ്ഞ ഒരു ജുമുഅ നടത്തി തുർക്കിയിൽ ഒരു ജുമുഅ നടന്നിട്ടുണ്ട്. ഒരു വലിയ ഒരു പൂട്ടപ്പെട്ട സ്ഥാപനത്തെ തുറന്ന ഒരു ജുമുഅ നടന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഒരു ബിഫോർ 5 years ഒരു 6 years അല്ലേ? ഓർമ്മയില്ലേ ആ സംഭവം? അതിൽ ഒരു ചർച്ച വന്നപ്പോൾ ഈ കൂട്ടത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ പറഞ്ഞത്, അവിടെ ജുമുഅ നടത്തിയതിനെ കുറിച്ചല്ല എൻ്റെ വേവലാതി. ആ ജുമുഅയിൽ പങ്കെടുക്കുന്നവരെല്ലാം ളുഹർ മടക്കി നിസ്കരിക്കണം. കാരണം ആ ജുമുഅക്ക് ഇമാമത്ത് നിന്നത് ഒരു മാതുരിദി വിശ്വാസക്കാരനാണ്. മാതുരിദികൾ കാഫിറാണ്. ഇതാണ് അവരുടെ വീക്ഷണം. ഇതിന് പരസ്യം കൊടുക്കുന്നത് പരസ്യം കൊടുക്കുന്നത് ആരാണ്? സുപ്രഭാത ഓൺലൈൻ ചാനൽ. ഇനി എന്തെങ്ങൾക്ക് വേണ്ട? അപ്പൊ ഈ സ്വഹാബി എന്ന് പറയുന്നതിന് അപ്പുറത്താണല്ലത്. ഞാൻ പണ്ട് നിങ്ങളോട് പറയുന്നത്, ഷജറയും സ്വഹാബിയും തമ്മിൽ സംഘടന വൈരം മാത്രമേ ഉള്ളൂ, ദീനില്ല. രണ്ടുടർ ദീനില്ല. നിങ്ങൾ എന്ത് വിചാരിച്ചാലും ഇല്ല. ഷജറ എന്ന് പറഞ്ഞാൽ ഹമാക്കത്തിന്റെ അക്സവായത്താണ്. ലോകത്തെ ഏറ്റവും വലിയ ഹമാക്കത്ത് ഷജറയാണ്. ദീൻ എന്ന് പറഞ്ഞ സാധനം അവരെ കയ്യില്ല. ഇതാണ് ദുഖാൻ. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. നമ്മൾ വളരെ ഭയപ്പെടാൻ ഞാൻ ചിന്തിക്കാൻ വിഷമം കൊണ്ട് പറയല്ല നിർവാഹം. നിങ്ങൾ എവിടെ ആശ്രയിക്കുക? നിങ്ങൾ എന്തിനവലംബിക്കും? അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു കാര്യമുണ്ട്. എന്ത്? ഓൺലൈൻ ഓഫ് ചെയ്യാം. ഞാൻ കുറച്ച് ദിവസം നിങ്ങളോട് പറയുന്നുണ്ട്, ഓൺലൈൻ വേണ്ട, ഫോൺ എടുത്തോളൂ. അതിൽ ഡയൽഡ് ഓപ്ഷനും മനസ്സിലായില്ല, റിസീവ്ഡ് ഓപ്ഷനും അത്ര തന്നെ. ബാക്കിയൊന്നും നിങ്ങൾ നോക്കണം. പിന്നെ നേരം വിളിക്കാൻ കാലത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നടക്കില്ല. അതിനപ്പുറം വേണ്ട. ഞാൻ ഈ ഫോണിലൊന്നും അതല്ല, അതൊന്നും